ആ സിജോ അജ്മൽ ഒരു ഹ്യൂജ് ലോഡ് സ്റ്റീൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ആലോചിക്കുക. അവനത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 300 ദിറംസ് കുറച്ച് എനിക്ക് തരാമെന്ന് പറയുന്നു. അതെങ്ങനെ? ഈ കൺസ്ട്രക്ഷൻ വർക്ക് നിന്ന് പോയൊരു കമ്പനി വിറ്റൊഴിവാക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ബിസിനസ് ഡള്ളാണല്ലോ. പക്ഷേ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇവിടെ ഒരു ബൾക്ക് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? അതിപ്പോൾ ഒരാളുണ്ട്, ഒരു ചെറിയ പരിചയം. ഓക്കെ. കക്ഷി ഒരു ചെന്നൈ മലയാളിയാണ്. ദുബായിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. മുരളി മേനോൻ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അച്ഛനൊന്ന് മുട്ടിച്ചു തരാം. ഓക്കെ. See that? Learn how to play first. Jacob Zakaria? Yes. Hi, Murali. Hi. Please come. You've been waiting for long? Hey, it's okay. Your company பத்தி நான் கேள்விப்பட்டிருக்கேன். Actually, my friends were saying, pretty good things about you. Thanks. പിന്നെ ജേക്കബിൻ്റെ മെയിൽ ഞാൻ വായിച്ചു. Oh. ഉங்கள் സപ്ലയറോட പേര് என்ன? Ajmal. അജ്മൽ. ഹൗസിംഗ് ബിസിനസ്. He's good. How do you say that? അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. He's like a brother to me. Okay. It's a lot of money. Yes, it is. ஒரு 2 நாள் டைம் கொடுங்க, யோசிச்சு சொல்கிறேன். Sure. ഫുൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ഗ്യാരണ്ടിക്ക്. താങ്ക് യു. Can I see some more collections? Sir, this would be an excellent choice. And the price is also slashed down. I think you should buy it. ജെറി, വാങ്ങിയാലോടാ? പപ്പ ഇത് വലിയ സ്റ്റോണല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. സാരമില്ലടാ, 25th വെഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല കനത്തിലിരിക്കട്ടെ. നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല ഇപ്പോൾ വിലയും കുറവാണ്. അത് ശരിയാ സാറേ, ഇപ്പം വില കുറവാ. ഞാനും മലയാളിയാ, വടകരയെന്ന പേര് ഭാഷ. സുനി, നീ ആ ബില്ലങ്ങ് എടുത്തോടുത്തേ. പപ്പ കാർഡ്. നിൻ്റെ കാർഡ് കൊടുക്കടാ. എൻ്റെ കാർഡ് കൊടുക്കണമെന്നാ? പപ്പയുടെ കാർഡ്. ഏത് കാർഡ് കൊടുത്താലും ഞാൻ തന്നെയല്ലേ ബില്ലടയ്ക്കുന്നു. കൊടുക്ക്. പൊന്നു മണിച്ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ജേക്കബേ, ഒന്ന് ഓഫീസ് വരെ വാ. ഞാൻ വീട്ടിൽ പോട്ടെന്നാ. ഓക്കെ. ഷേർലി വെയിറ്റ് ചെയ്യാം. അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. എന്ത് പറ്റി? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അജ്മലിൻ്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഓൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു. 2 റിങ്ങോടുകൂടി ഫോൺ അവൻ കട്ട് ചെയ്തു. നമ്മൾ ഫോണ് കട്ട് ചെയ്യുമ്പം വരുന്ന ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക. ഇത് അറബി ആയിരുന്നില്ല. പിന്നെ വിളിച്ചു നോക്കിയോ? പിന്നെ അവനെ കിട്ടിയിട്ടേ ഇല്ല. भैया, ये सारा हमारा लोड है, बाकी 2 दिन के बाद आएगा. सब एक साथ शिफ्ट करते हैं. So this is yours. थैंक यू भैया. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा.
അവൻ ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബ്. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने वाले हैं. विद दिस मनी आई एम गोइंग टू मेक अ क्लीन स्वीप. मैं आपको कभी नहीं भूलूंगा. आई एम गोइंग टू मेक अ क्लीन स्वीप. क्लीन स्वीप. कितनी बार बोलूंगा मैं? अरे भाई ऐसा नहीं, थोड़ा सा ऊपर करो. अरे ഇത് അജ്മലിന്റെ ലോഡാണ്. അല്ല സാർ, ഇത് കമ്പനിയുടെ ലോഡാണ്. ഇത് ഓൾറെഡി സെയിലായതാ. പാർട്ടി നാളെ വന്ന് സാധനം ക്ലിയർ ചെയ്യും. अरे भाई ऐसा नहीं, मैं आएगा. പപ്പയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുഴുവൻ കാശ് അവൻ്റെ കയ്യിലാണോ? എത്ര? 8 million dirhams. ഈശ്വര, 13 കോടി രൂപ. നാളത്തേക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞു തുടങ്ങും. ഇന്ന് ഷേളി ഇതറിയണ്ട. അവൾ സന്തോഷിക്കേണ്ട ദിവസമായി. അവൾ സന്തോഷിച്ചോട്ടെ ഇന്നും കൂടി. Happy wedding anniversary. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഗിഫ്റ്റ് വന്നു. അച്ഛാ, എന്തിന് എത്രയൊക്കെ ചെലവാക്കിയത്? നാസറ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, ഞാൻ എവിടെയും പോകുന്നില്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അജ്മലിനെ ഞാൻ ട്രേസ് ചെയ്തോളാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ്. സന്ദീപ്, ഞാൻ ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞ പോലെ കൃത്യം ഡേറ്റിന് പൈസ തന്നതല്ലേ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയായിപ്പോയി. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഇച്ചായനവന് ചെക്കാണോ കൊടുത്തത്? പോലീസിന് എന്തെങ്കിലും